ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പോസ്റ്റ് പാർട്ടം വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഡെലിവറി കഴിഞ്ഞവർക്ക് മാത്രമല്ല, അല്ലാതെ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും. പലരും പല ഡയറ്റിങ്ങിലൂടെ വെയിറ്റ് ലോസിന് വേണ്ടി ശ്രമിക്കാറുണ്ട്. പല രീതിയിലുള്ള വെയിറ്റ് ലോസ് മെത്തേഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. എന്നാൽ വളരെയധികം ഹെൽത്തിയോടും വളരെയധികം നല്ല രീതിയിൽ പഠിച്ചിട്ടും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. പലരുടെയും ഒരു പ്രശ്നമാണ് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ലൈഫ് ലോങ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല വെയിറ്റ് ലോസ്. ജീവിതത്തിൽ ഒരു തവണ മാത്രമാണ് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യേണ്ടത്. അതിനുശേഷം വെയിറ്റ് മെയിൻറ്റെയിൻ പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഹെൽത്തി ആയിട്ടും ബ്യൂട്ടി ആയിട്ട് സ്ലിം ആയിട്ട് ഇരിക്കാൻ പറ്റും. വെയിറ്റ് കുറയുക, കൂടുക, വീണ്ടും വെയിറ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക, അതിനുശേഷം വീണ്ടും വെയിറ്റ് കൂടുക. അങ്ങനെ ചെയ്യുന്ന വെയിറ്റ് ലോസ് മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുള്ളതെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. ഒരു തവണ കറക്റ്റ് ഡയറ്റ് എടുത്ത് നോർമൽ ഐഡിയൽ വെയിറ്റിലെത്തി കഴിഞ്ഞാൽ വീണ്ടും വെയിറ്റ് ഗെയിൻ ആകാൻ പാടില്ല. ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പഠിച്ചാലാണ് വെയിറ്റ് ലോസ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുള്ളൂ. വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള ഡയറ്റിംഗ് ഉണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് മീൽസ് കട്ട് ചെയ്യുക, പിന്നെ ഒരു ദിവസം എഗ്ഗ് മാത്രം കഴിക്കുക, ഒരു ദിവസം ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക, ഒരു ദിവസം കാർബോഹൈഡ്രേറ്റ് ഫുള്ളായിട്ട് കട്ട് ചെയ്യുക, ഒരു ദിവസം മീറ്റ് മാത്രം കഴിക്കുക. അങ്ങനെ പല രീതിയിലുള്ള വെയിറ്റ് ലോസ് മെത്തേഡുകൾ ഇപ്പോഴുണ്ട്. ഒരു മാസം കൊണ്ട് 10 കിലോ കുറയ്ക്കുക, ഒരു ആഴ്ച കൊണ്ട് 8 കിലോ കുറയ്ക്കുക. അങ്ങനെയൊക്കെയുള്ള ഡയറ്റിംഗ് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വളരെയധികം അവൈലബിൾ ആണ്. ഒരുപാട് വീഡിയോസ് അതുപോലെ കാണാൻ വേണ്ടി കിട്ടും. അപ്പോൾ ഇതൊക്കെ നോക്കി ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോ ദിവസത്തെ ഡയറ്റിങ് ഒരു ഫുഡ് ചാർട്ട് ന്യൂട്രീഷ്യസ് ആണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ന്യൂട്രീഷൻ അടങ്ങിയ ഫുഡ് കഴിച്ച് വേണം വെയിറ്റ് ലോസ് എടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. എങ്ങനെയെങ്കിലും വെയിറ്റ് കുറഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാത്ത രീതിയിൽ വേണം വെയിറ്റ് ലോസ് തിരഞ്ഞെടുക്കാനായിട്ട്. എൻ്റെ വെയിറ്റ് ലോസ് മെത്തേഡ്, ഞാൻ ഒരു ഫുഡും സ്കിപ്പ് ചെയ്തിട്ടില്ല, ഒരു മീൽസും സ്കിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഡെയിലി ബേസിസിൽ എൻ്റെ ഡയറ്റ് ഞാൻ മാറ്റിയ കാര്യങ്ങൾ ഞാൻ കാണിക്കാം. പക്ഷേ ഇതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഹെൽത്ത് കണ്ടീഷൻ ഡിഫറെൻ്റ് ആയിരിക്കും, ഓരോരുത്തരുടെ ശരീര പ്രകൃതി ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോരുത്തരുടെ ബോഡിയിലെ വെയ്റ്റിൻ്റെ കാര്യങ്ങളും ഡിഫറെൻ്റ് ആയിരിക്കും, ഫാറ്റിൻ്റെ കണ്ടൻറ്റ് അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതനുസരിച്ച് വേണം വെയിറ്റ് ലോസ് തീരുമാനിക്കാനായിട്ട്, ഏത് രീതി ചെയ്താലാണ് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതെന്നുള്ളത്. ഞാൻ ഇതിനായിട്ട് ഒരു വെയിറ്റ് ലോസ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവുകൾ വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് എനിക്കൊരു ട്രെയിനറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ തന്ന ഫോളോ അപ്പ് ആണ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ അധികം ലാഗാക്കുന്നില്ല. വെയിറ്റ് ലോസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഡയറ്റിങ് തിരഞ്ഞെടുക്കാനായിട്ട് ഞാൻ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഡയറ്റിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ മാറ്റം വരുത്തിയപ്പോഴാണ് കറക്റ്റ് റിസൾട്ട് എനിക്ക് കിട്ടിയതെന്ന് നോക്കാം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുടിച്ചിരുന്നത് ഒരു ഹെർബൽ ടീ ആണ്. അതിന് കറക്റ്റ് ടൈമിംഗ് ഉണ്ട് കേട്ടോ, ഏത് ടൈമിങ്ങിലാണ് എടുക്കേണ്ടതെന്നുള്ളത്. അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ന്യൂട്രീഷൻ ഷെയ്ക്കാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓട്സോ അങ്ങനെ എന്ത് വേണേലും രാവിലെ സ്മൂത്തിയോ ഒക്കെ കഴിക്കാം. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ന്യൂട്രീഷൻ്റെ പോരായ്മ ഉണ്ടാകാൻ പാടില്ല ബോഡിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഈ ന്യൂട്രീഷൻ ഷെയ്ക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മമാരാകുമ്പോൾ ഫീഡിങ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും. അതുമാത്രമല്ല, ഡെലിവറി കഴിഞ്ഞിട്ട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഒട്ടും അവരുടെ ശരീരത്തിൽ ക്ഷീണവോ ന്യൂട്രീഷൻ്റെ കുറവോ ഒന്നും തന്നെ വരാൻ പാടില്ല. അതിനായിട്ട് ഈ ന്യൂട്രീഷൻ ഷെയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 11 മണി സമയത്ത് നമുക്ക് വിശക്കുന്ന സമയത്ത് ഓട്സാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഓട്സും ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കൂടെ അതിൻ്റെ അടുത്ത് ഇട്ടിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. മിൽക്കൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഷുഗറിന് വേണ്ടിയിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നില്ല കേട്ടോ. എൻ്റെ ഈ കുറച്ച് കൽക്കണ്ട ഉണ്ടായിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലെക്സ് സീഡ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡെയിലി ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ചിലപ്പോൾ എന്തെങ്കിലും സാലഡ് ആയിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഫ്രൂട്ട് മാത്രമായിരിക്കും. അതൊക്കെ ഓരോരുത്തർ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ചും എത്ര കിലോ വെയിറ്റ് കുറയ്ക്കണം, എത്ര ഫാറ്റ് കുറയ്ക്കണം, അതൊക്കെ അനുസരിച്ചാണ് തീരുമാനിക്കുന്നത് എന്തൊക്കെ കഴിക്കണം എന്നുള്ളത്.
അതിനുശേഷം ഒരു 12 മണി ആ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രൂട്ട് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരുപാട് ഷുഗർ കണ്ടൻറ്റുള്ള ഫ്രൂട്ട് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് കാലറി ഉള്ള ഫ്രൂട്ടും എടുക്കാൻ പാടില്ല. അതിനുശേഷം ഉച്ചയ്ക്ക് ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചോറാണ് എടുത്തിട്ടുള്ളത്. ചോറും മീൻകറി എടുത്തിട്ടുണ്ട്, കുറച്ച് മീൻ വറുത്തത് എടുത്തിട്ടുണ്ട്, കോവയ്ക്ക ഫ്രൈ എടുത്തിട്ടുണ്ട്, പിന്നെ സാമ്പാർ എടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരു ബൗള് സാലഡ് എടുത്തിട്ടുണ്ട്. ചോറ് കുറച്ചേ ഉള്ളൂ കേട്ടോ, ക്യാമറ ഇങ്ങനെ തോന്നുകയാണ്. വളരെ കുറച്ച്, ഒരു 2 തവി ചോറ് അത്രയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ കൂട്ടാനൊക്കെ സാലഡൊക്കെ ആകുമ്പോൾ ഇത് തന്നെ ധാരാളമായിരിക്കും. ചോറിന് പകരം ചപ്പാത്തി ഒന്നും ആക്കേണ്ട കാര്യമില്ല കേട്ടോ. ഉച്ചയ്ക്ക് മാത്രമാണ് നമ്മളൊന്ന് അരിയാഹാരം കഴിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ആ ഒരു ചോറ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഇതിൽ എന്തൊക്കെയാണോ കറികളുള്ളത് അതെല്ലാം കൂടെ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 4 മണി സമയമൊക്കെ ആകുമ്പോൾ നട്ട്സാണ് കഴിക്കുന്നത്. പിന്നെ ഒരു 4 മണിയൊക്കെ സമയത്ത് ആകുമ്പോഴേ വിശക്കുള്ളൂ കേട്ടോ. കാരണം നമ്മൾ അത്യാവശ്യം സാലഡൊക്കെ കൂട്ടിയിട്ടായിരുന്നു ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് വിശക്കില്ല. വിശക്കുന്ന സമയത്ത് കുറച്ച് നട്ട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഞാൻ നമ്മുടെ ഹെർബൽ ടീയും കൂടെ ഇതിൻ്റെ കൂടെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ചായ കാപ്പിയൊക്കെ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എടുത്തിരുന്ന ഡിന്നറാണ്. ഡിന്നറിന് ചപ്പാത്തി, ദോശ, ഇഡ്ഡലി അങ്ങനെ എന്തെങ്കിലുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ തന്നെ പ്രോട്ടീൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കടല, മുട്ടയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സാലഡ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ന്യൂട്രീഷ്യസ് ഷേക്ക് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. രാവിലെയും വൈകിട്ടും ഷേക്ക് ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഷേക്ക് എടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ 10 കിലോ 20 കിലോ ഒക്കെ വെയിറ്റ് കുറയ്ക്കാനുള്ളവർക്ക്, അതിന് മുകളിലൊക്കെ വെയിറ്റ് കുറയ്ക്കാനുള്ളവർക്ക് അത്രയൊക്കെ വെയിറ്റ് കുറയ്ക്കുമ്പോഴേക്ക് ക്ഷീണം അനുഭവപ്പെടാം. അതുമാത്രമല്ല സ്കിന്നൊക്കെ ചുളിവ് വരാനും കവിളൊക്കെ ഒട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. ഇതൊന്നുമില്ലാതെ വളരെയധികം ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ഈ ഷേക്ക് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുവരെ ബൈ.